ടെക്നിക്കൽ ഈസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞായിരുന്നു ക്രാഫ്റ്റ്സ്മാൻ കയറ്റി കളിക്കാൻ. ഇന്ന് ഞാൻ അതിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. മൈൻക്രാഫ്റ്റിനെ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞ ആ ഗെയിമിൻ്റെ റിവ്യൂ ആണിത്. നമ്മുടെ സ്കിന്ന് ആണ്, ഞാൻ എടുത്ത സ്കിന്നല്ല, വന്ന സ്കിന്നാണ്, നമ്മുടെ അലക്സിൻ്റെ സ്കിന്നെന്ന് തോന്നുന്നു. ഞാൻ വരുത്തിയ ഗെയിമാണ്. അപ്പോൾ ഗൈസ് ഞാൻ ഇതിൻ്റെ റിവ്യൂയിലേക്ക് നേരെ കിടക്കാം. കമോൺ. പക്ഷേ അതിന് മുമ്പ് ഗൈസ് ഞാൻ നിങ്ങളോട് ചെറിയ കാര്യം പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് വീഡിയോ ഗൈസ്. അപ്പോൾ ഈ 56 എനിക്കൊരു 1K സബ്സ്ക്രൈബ് ആക്കി തരുമായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഗൈസ്. നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാം സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കമോൺ. ഇവിടെ നമ്മൾ സാധാരണ മൈൻക്രാഫ്റ്റ് വേൾഡ് പോലെ തന്നെയാണ്. ഞാനിപ്പോൾ 2 വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ വേറെ വേൾഡ് കാണിച്ചു തരാം. മൈൻക്രാഫ്റ്റ് പോലെ തന്നെയാണ്. ഇതിനകത്തെല്ലാം നമ്മുടെ മൈൻക്രാഫ്റ്റിലെ എല്ലാ സീഡ്സും കാര്യങ്ങളും അവൈലബിൾ ആണ്. ഇതുപോലെ തന്നെ അഡ്വാൻസിൽ ചെന്നിട്ട് ഇവിടെ ചെന്ന് നമ്മുടെ ടെംപ്ലേറ്റ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ലോണാണ് ഗൈസ്. നിങ്ങൾ കളിക്കുകയാണെങ്കിൽ സീഡ് എടുത്തതിന് ശേഷം നെറ്റ് ഓഫ് ആക്കിയിട്ട് കളിക്കാൻ ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ആഡ്സ് കയറി ഒന്ന് ശല്യപ്പെടുത്തും. വീണ്ടും ഒന്നുകൂടെ കയറി നോക്കാം, വർക്കൗട്ട് ആവുമെന്ന് നോക്കാം. ഞാൻ നെറ്റ് ഓഫ് ആക്കിയിട്ടായിരുന്നു കയറി, അതുകൊണ്ടാണ് എനിക്കറിയത്തില്ല. സമയം പിടിക്കുമായിരിക്കും ഗൈസ്. ഞാനിപ്പോൾ കയറി കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഗൈസ് ഞാൻ നേരെ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇത് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ലോഡാവും. സാധാരണ മൈൻക്രാഫ്റ്റ് പോലെ തന്നെ ചെറിയൊരു വ്യത്യാസം, ഉറച്ച വ്യത്യാസമുണ്ട്. ഞാൻ ഗെയിമിൽ കയറിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഞാൻ ഗെയിമിൽ കയറിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. ഞാൻ ആകാശം പറഞ്ഞ പോലെ നമ്മുടെ ഒറിജിനൽ പോലെയാണെന്നുള്ള ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ വേൾഡ്. കയറി. ഇപ്പോൾ ഞാൻ സർവൈവലിലാണ്. നമ്മുടെ മൈൻക്രാഫ്റ്റിലെ സെയിം കൺട്രോൾസ് തന്നെയാണ് ഇതിലും. ഇതിന് ഗ്രാഫിക്സ് കൂടുതലാണ്. മൈൻക്രാഫ്റ്റിലെ ഇല പോലെ അല്ല ഇതിൻ്റെ ഇലകൾ എന്ന് പറയുന്നത്. മരമൊക്കെ പൊട്ടിക്കാൻ പറ്റും. മൈൻക്രാഫ്റ്റിലെ എല്ലാ മോബ്സും ഇതിനകത്തുണ്ട്. നമ്മുടെ ഡ്രോണഡ് അവിടെ തന്നെ നിൽപ്പുണ്ട്. മരമൊക്കെ പൊട്ടിക്കാം. എല്ലാം സെയിം തന്നെയാണ്. സാധനം കിട്ടി. ഇങ്ങനെയാണ്. ആകെയുള്ള വ്യത്യാസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങൾ എടുക്കാൻ നേരത്ത് മൈൻക്രാഫ്റ്റിൽ ചാര കളറാണെങ്കിൽ ഇതിനകത്ത് ഇങ്ങനത്തെ കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്ത കാര്യം പറയുകയാണെങ്കിൽ ഗൈസ്, നമുക്ക് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആകാം. സർവൈവൽ നമ്മുടെ മൈൻക്രാഫ്റ്റ് ട്രയൽ പോലെയല്ല, ഒറിജിനൽ മൈൻക്രാഫ്റ്റ് പോലെ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാ സാധനവും ഇതിനകത്ത് എടുക്കാൻ പറ്റും. മൈൻക്രാഫ്റ്റിലെ എല്ലാ മോബ്സും ആനിമൽസും എല്ലാം ഇതുപോലെ തന്നെയാണ്. മൈൻക്രാഫ്റ്റിൽ പിഗ്സ് ആണ് ഈ കാണുന്നത്. അതിനകത്ത് ഒറിജിനൽ നമ്മുടെ സാധനം പോലെ തന്നെയാണ്. ഒരു വ്യത്യാസവുമില്ല. രാവെ അതുപോലെ തന്നെ, ഷീപ്പ് അതുപോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. കട്ട മൈൻക്രാഫ്റ്റ് കോപ്പിയാണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് ക്രാഫ്റ്റ്സ്മാൻ എന്ന് കൊടുത്തിട്ട് എൻ്റെ ഷോട്ട് ഞാൻ ഇതിൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ചാനൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് നോക്കിയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതാക്കണം ടോർട്ടോയ്സ്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാഴ്ച കാണിച്ചു തരാം. ഇപ്പം നിങ്ങളിപ്പോൾ ഏകദേശം കണ്ടല്ലോ, മൈൻക്രാഫ്റ്റിൽ എല്ലാ സാധനമുണ്ട്. നിങ്ങൾക്ക് കമാൻഡൊക്കെ അടിക്കാം. പിന്നെ ഇമോട്ടും ഉണ്ട്. എല്ലാ മൈൻക്രാഫ്റ്റിലെ സകല സാധനം ഇതിനകത്തുകൊണ്ട് പറയുകയാണെങ്കിൽ, ഞാൻ മൈൻക്രാഫ്റ്റ് ഫസ്റ്റ് കളിക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് കയറ്റി നോക്കിയത് ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ എടുത്തിടാമെന്ന് വിചാരിച്ചത്. ഇതിനകത്ത് മൈൻക്രാഫ്റ്റിലെ പേടിപ്പിക്കുന്ന സൗണ്ട് ഇതിനകത്തുമുണ്ട്. അതിശയമൊന്നുമില്ല. മൈൻക്രാഫ്റ്റിലെ കോളാണിത്. ഇതിലാകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഡയമണ്ട് ഉണ്ടല്ലോ, ഡയമണ്ട് ഏകദേശം ചെറിയൊരു വ്യത്യാസമുണ്ട്. ഡയമണ്ട് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതാണ് നമ്മുടെ ക്രാഫ്റ്റ്സ്മാനകത്ത് അയൺ. ഈ അയൺ കാണുമ്പോൾ ഇച്ചിരി ഇത് കൂടുതലാണ്. കണ്ടില്ലേ? ഭയങ്കര ഇതിനകത്തുള്ള ഡയമണ്ടിൻ്റെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. കൂട്ടത്തിൽ ഇവിടെ എവിടെയാണ് ഗൈസ് ഞാൻ കണ്ടത് ഡയമണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗാസ്റ്റ് ടിയർ ആണ്. പിന്നെ ഇതിനകത്ത് സ്പോഡൊക്കെ എങ്ങനെ ഇരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ എൻക്രിസ്റ്റലാണ്. ഇത് നമ്മുടെ ബ്ലേസ് പൗഡർ. ഇത് ഇച്ചിരി ഗ്രാഫിക്സ് കൂടുതലാണ് ഇതിന് ഗൈസ്. ഈ കാണുന്നതാണ് നമ്മുടെ ഡയമണ്ട് എന്ന് പറയുന്നത്. എൻ്റെ ക്രിയേറ്റീവ് ആയിട്ട് 64 കിട്ടിയിട്ടുണ്ട്. ഇത് ഗൈസ്, ഇതാണ് നമ്മുടെ ഡയമണ്ട് എന്ന് പറയണേ. ഇനി ഇതിനകത്ത് വാളുകളെ കുറിച്ച് ഞാൻ കാണിച്ചു തരാം ഗൈസ്. പറഞ്ഞ പോലെ ഇതിനകത്ത് എല്ലാ ആർമറും ഉണ്ട്. നെതറൈറ്റിൻ്റെ ആർമർ ഇച്ചിരി ഇങ്ങനെ കളർ, ഈ ഗ്രാഫിക്സ് കൂടുതലായിട്ടുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ സോഡിൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഒരു നെതറൈറ്റിന് സോഡ് എടുത്ത് ഇവിടെ വെച്ചിട്ട് കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുന്നതെന്ന്. ഇങ്ങനെയായിരിക്കും. ഇനി ഗ്രാഫിക്സ് ഇച്ചിരി കൂടുതലാണ്. മൈൻക്രാഫ്റ്റിലെ സോഡിനെ കഴിഞ്ഞ് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇതിനുള്ളൂ. അതിന് ഇച്ചിരി ബിറ്റ്സ് കുറവാണ്, ഇതിന് ഇച്ചിരി ബിറ്റ്സ് കൂടുതലാണ്. ആ ഇച്ചിരി ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഗൈസ്. പിന്നെ സെയിം അറ്റാക്ക് ഡാമേജ് തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. മീറ്റിൻ്റെ ഒക്കെ ഉണ്ടല്ലോ ഗൈസ്, ഇതിന് ഇച്ചിരി ബിറ്റ്സ് കൂടുതലാണ്. ആ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി ഇതിനകത്ത് വില്ലേജിനെ കുറിച്ച് ഞാൻ കാണിച്ചു തരാം.
ഇതാണ് ഗൈസ് നമ്മുടെ മൈൻക്രാഫ്റ്റിലെ സ്റ്റോൺ പോലെയാണ്. ഇച്ചിരി വ്യത്യാസമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഇവിടെ ബിറ്റ്സ് കൂടുതൽ. ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, ബിറ്റ്സ് ഇച്ചിരി കൂടുതലാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഇതിനകത്തെ നെതർ പോർട്ടൽ. കണ്ടില്ലേ ഗൈസ്, മൈൻക്രാഫ്റ്റിലെ പോലെ തന്നെ നെതർ പോർട്ടലൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. ഇവിടെ ചെസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. ചെസ്റ്റ് ഇല്ല ഗൈസ്, ചെസ്റ്റ് ഉണ്ട്, നെതറൈറ്റ് കട്ടയുണ്ട്, എല്ലാം ഉണ്ട് ഗൈസ്. നമുക്ക് വില്ലേജ് ചെന്നിട്ട് കാണിച്ചു ഗൈസ്. ഇതാണ് നമ്മുടെ ഈ ഗെയിമിലെ സവാന ബയോമൈന്. മൈൻക്രാഫ്റ്റ് കോപ്പി അടിച്ച് വെച്ചിരിക്കുന്ന പോലെ തന്നെ അല്ലേ ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ഗൈസ്. പേടിക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ ഒട്ടും മടിക്കണ്ട ഗൈസ്. ഇവിടെ അടുത്തവിടെ ഒരു വില്ലേജ് ഗൈസ്. അതായത് നമ്മുടെ മൈൻക്രാഫ്റ്റിലെ പോലെ തന്നെ ഇവിടെ സീക്രട്ട് ബേസ് ഒക്കെ ഉണ്ട്. ഇതൊരു സീക്രട്ട് ബേസ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ചെസ്റ്റ് ഒന്നും ഞാൻ കണ്ടില്ല, എങ്കിലും ഇങ്ങനെ ഉണ്ട്. ഇനി ഇവിടെ അടുത്ത വില്ലേജ് അന്വേഷിച്ച് ഞാൻ പോയിട്ട് അവിടെ വെച്ച് ഞാൻ കാണിച്ചു തരാം ബാക്കി. ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഗെയിമിലും നമ്മുടെ സോംബിയും ക്രീപ്പറും സ്പൈഡറും സ്കെലട്ടനും ഒക്കെ ഉണ്ട്. ഇവിടെ അടുത്ത് സ്പോൺ ആവും. ഞാൻ കാണിച്ചു തരാം. ഇച്ചിരി ഇവിടെ സ്കെലട്ടനെ മാത്രമേ ഞാൻ കാണിക്കാത്തുള്ളൂ. ഇനി അതുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഈ ഗെയിമിലെ നൈറ്റ് എന്ന് പറയുന്നത്. കണ്ടോ ഗൈസ്, ചന്ദ്രനൊക്കെ അവിടെയാണ്. സൂര്യൻ ഇപ്പോൾ അസ്തമിച്ചിട്ടുണ്ട്. ആകാശത്ത് നിന്ന് കാണാൻ പറ്റുമായിരിക്കും. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞു. ഇനി ഇവിടെ അടുത്ത് ഞാൻ വില്ലേജ് കണ്ടുപിടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ അടുത്തുള്ള വെട്ടം ഉണ്ടോ എന്ന് നോക്കട്ടെ ഗൈസ്. കാരണം ഗൈസ് നമ്മുടെ ക്രാഫ്റ്റ്സ്മാനകത്ത് സ്കെലട്ടൻ കയ്യിൽ അമ്പും വില്ലൊക്കെ ഉണ്ട്. ഇതിൻ്റെ അമ്പും വില്ലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് അമ്പും വില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ ഇച്ചിരിയുടെ റിയാലിറ്റിയാണ്. കണ്ടില്ലേ, ഇച്ചിരിയുടെ ബിറ്റ്സ് കൂടുതലാണ്. ഇങ്ങനെ വെച്ചിട്ടുണ്ടോ, നമ്മുടെ ആ വിടുന്ന അമ്പൊക്കെ കറക്റ്റായിട്ട് കാണാം ഗൈസ്. അങ്ങനെയാണ് എൻ്റെ പ്രത്യേകത. സ്പൈഡറിനോട് കൊന്നു നോക്കാം. ഇതിനകത്ത് ലൂട്ടും കിട്ടും ഗൈസ്, നമുക്ക് മൈൻക്രാഫ്റ്റിലെ പോലെ. ഗൈസ് നിങ്ങൾ എൻ്റെ ചാനലിൽ കയറിയ ഷോട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ക്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുമ്പോൾ ഗൈസ് പലതരം ക്രാഫ്റ്റ്സ്മാൻ ഉണ്ട്. ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിങ്, ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിങ് ഒറ്റ ഓർമ്മേ ഉള്ളൂ. അത് ഞാൻ എൻ്റെ ചാനലിൽ എൻ്റെ ഷോട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ശ്രമിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ക്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുമ്പോൾ ഒത്തിരി ക്രാഫ്റ്റ്സ്മാൻസ് ഉണ്ട്. ഈ ക്രാഫ്റ്റ്സ്മാൻ എല്ലാം ഇതുപോലെ തന്നെ ഒറിജിനൽ ആവണമെന്നില്ല. ഉടായ്പ ക്രാഫ്റ്റ്സ്മാനുണ്ട്, ക്രാഫ്റ്റ്മാനുണ്ട്. ക്രാഫ്റ്റ്മാൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പൂമ്പാറ്റയൊക്കെ ഉണ്ട് ഗൈസ്. അതൊരു രസമില്ലാത്ത കാര്യമാണ്. ഇതുപോലെ മൈൻക്രാഫ്റ്റ് പോലെ ഇച്ചിരി ഇവിടെ കാണാൻ കണ്ടോ ഗൈസ്. ഇതിനകത്ത് എൻ്റർമാനുണ്ട് കണ്ടോ ഗൈസ്. ഇത് മൈൻക്രാഫ്റ്റിലെ സകല മോബ്സും ഉണ്ട് ഗൈസ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നിങ്ങൾ ഞാൻ എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇതാക്കാൻ ശ്രമിക്കുക. ഞാൻ വില്ലേജ് ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം ഗൈസ്. ക്രാഫ്റ്റ്സ്മാനകത്ത് ഫ്ലിൻറ്റ് സ്റ്റീലും കണ്ടോ ഗൈസ്. എന്നാ ഗ്രാഫിക്സ് ആണെന്ന് നോക്കി ഗൈസ്. ബിറ്റ്സ് ഇച്ചിരി കൂടുതലാണ്, അതുകൊണ്ടാണ്. ഈ വയ്ക്കാൻ നമുക്ക് പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും ഗൈസ്. സോംബി വില്ലേജേഴ്സ് ഇവിടെ അടുത്തെവിടെയോ വില്ലേജ് ഉണ്ടെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത് ഗൈസ്. നമുക്കിന്ന് ക്രീപ്പറിനെ ഇഗ്നേറ്റ് ചെയ്ത് നോക്കാം. ഗൈസ് പൊട്ടിത്തെറിച്ചു. അങ്ങനെ ഗൈസ് ഞാൻ അന്വേഷിച്ച് വില്ലേജിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഗൈസ് മൈൻക്രാഫ്റ്റ് സെയിം വില്ലേജ് തന്നെയാണ്. ഇവിടെ ബിറ്റ്സ് കൂടുതലാണെന്നുള്ളൂ. പുല്ലൊക്കെ കണ്ടില്ലേ, ഈ പുല്ല് ആ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല ഇതിനകത്ത്. ഇതിനകത്ത് നമ്മുടെ അയൺകോളൊക്കെ ഉണ്ട് ഉണ്ടോ ഗൈസ്. നമ്മളെ അയൺകോളൊക്കെ ഉണ്ടല്ലേ മൈൻക്രാഫ്റ്റിലെ സെയിം അയൺകോളം പോലെ തന്നെയാണ്. എല്ലാം കറക്റ്റാണ്. ഇതാണ് മൈൻക്രാഫ്റ്റിലെ ഒരു വില്ലേജിൻ്റെ ലുക്ക് ഞാൻ കാണിച്ചു തരാം. മൈൻക്രാഫ്റ്റിലെ സെയിം വില്ലേജ് ലുക്ക് തന്നെയാണ്. കാണിച്ചാൽ കണ്ടോണം. ഇതിനകത്ത് നമ്മുടെ എമറാൾഡൊക്കെ ഉണ്ട്. ഇപ്പോൾ ഏകദേശം ഗൈസ് മനസ്സിലായി കാണുമല്ലോ. ഇപ്പോൾ ഗൈസ് നിങ്ങൾ എൻ്റെ ആ ചാനലിൽ കയറിയിട്ട് എൻ്റെ ഒരു ഷോട്ടുണ്ട്, ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ക്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുമ്പോൾ ഒത്തിരി ക്രാഫ്റ്റ്സ്മാൻസ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ മൈൻക്രാഫ്റ്റിനെ കോപ്പി അടിച്ച് ഒത്തിരി ഗെയിം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ കോപ്പി അടിച്ചിറങ്ങാൻ പറ്റിയൊരു ഗെയിം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഗൈസ് നിങ്ങൾ നമുക്ക് എല്ലാവർക്കും ക്യാഷ് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ടാവും. അപ്പോൾ അവരെ പോലുള്ളവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. അങ്ങനെയുള്ളവർ എൻ്റെ ഷോർട്സ് എൻ്റെ ചാനലിൽ കയറി
സബ് ചെയ്തതിന് ശേഷം എൻ്റെ ഷോട്ട് കണ്ടിട്ട് നിങ്ങൾ കയറ്റി നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഗൈസ്. മൈൻക്രാഫ്റ്റ് പോലെ തന്നെയാണ്. മൊബൈൽ പ്ലെയേഴ്സിന് ഇത് ഡൗൺലോഡ് ചെയ്യാം. PC പ്ലെയേഴ്സിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാക്ക് ചെയ്താണെങ്കിലും കളിക്കാം. അത് യൂട്യൂബിലുണ്ട് ടീ ലോഞ്ചർ എന്ന് പറഞ്ഞുകൊണ്ട്. മൊബൈൽ പ്ലെയേഴ്സിന് അങ്ങനെ ടീ ലോഞ്ചർ കിട്ടണമെന്ന് ചാൻസ് ഒന്നുമില്ല. മൈൻക്രാഫ്റ്റ് അങ്ങനെ നമ്മുടെ മൊബൈലിൽ ഗൂഗിളിൽ ചെന്നിട്ട് എടുക്കുന്ന അത്ര സേഫും അല്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഷോട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ മൈൻക്രാഫ്റ്റ് കയറി ഡൗൺലോഡ് ചെയ്ത് ശ്രമിക്കുക. അപ്പോൾ നമ്മളിവിടെ വെച്ച് ഈ വീഡിയോ എൻഡ് ചെയ്യാണ്. അടുത്ത പ്രാവശ്യം ഞാൻ ഒരു നെതർ പാർട്ട് എന്ന് പറഞ്ഞ് ഞാൻ എപ്പിസോഡ് ഇടും. നമ്മൾ നെതറിലായിരിക്കും നമ്മുടെ അടുത്ത കളി മൊത്തം. കുറച്ച് ദിവസം നമ്മുടെ റിയൽ വേൾഡ് ഉടായ്പും കാണിച്ചിരുന്നു. ഇനി അത് പറ്റിയല്ല. ഞാൻ റിയൽ വേൾഡിൽ നിന്ന് നെതറിലേക്ക് പോർട്ടൽ തുറന്ന് പോയതിന് ശേഷം ഞാൻ അവിടെ വെച്ച് സർവൈവ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ചത്താലും നിങ്ങളൊന്നും വിചാരിക്കരുത്. ഞാൻ പേടിച്ചോടുന്ന കാണാൻ നിങ്ങൾ റെഡി ആയിക്കോ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരെ സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്. നിങ്ങളെല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ സബ്സ്ക്രൈബ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ അടുത്ത ആൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഗൈസ് ടാറ്റ ബൈ ബൈ. സൈനിങ് ഔട്ട്. ടെക്നിക്കലി CJ.